നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരത്തിന് പരിസമാപ്തി. വടക്കുന്നാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 17. തട്ടകക്കാരുടെ പൂരം ആവേശമായി. പൂരം പങ്കാളികളായ പാറമേക്കാവ്, തിരുവമ്പാടി ദേശങ്ങളുടെ പകൽപൂരം എഴുന്നള്ളിപ്പിന് സാക്ഷ്യം വഹിച്ച് ആയിരങ്ങൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം കൂടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുണ്ടന്നൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിക്കും. DNA പരിശോധനയിൽ മരിച്ച 3 പേരെ കൂടി തിരിച്ചറിഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. നിയന്ത്രണം 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ. വൈദ്യുതി നിയന്ത്രണം SMS വഴി മുൻകൂട്ടി അറിയിക്കും. കേരളം ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി ഒരാഴ്ച. പ്രതീക്ഷയോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും. പുത്തൻചിറ കോവിലകത്ത് കുന്നിൽ 130 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ എക്സൈസ് സംഘം കണ്ടെത്തി. വിപണിയിൽ 50 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വാർത്തകൾ വിശദമായി. വടക്കുന്നാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി. ഇത്തവണത്തെ പൂരത്തിന് പരിസമാപ്തി. പാറമേക്കാവ് ഭഗവതിയുടെയും തിരുവമ്പാടി ഭഗവതിയുടെയും പകൽപൂരം എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്തെത്തുന്നതിനു മുൻപേ വടക്കുന്നാഥൻ ക്ഷേത്ര പരിസരം ജനസഹസ്രങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. പാറമേക്കാവിന്റെ എറണാകുളം ശിവകുമാറും തിരുവമ്പാടിയുടെ ചന്ദ്രശേഖരനും തിടംപേറ്റി 15 വീതം ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പുകൾക്ക് രൗദ്രതാളം വാനോളം ഉയർത്തിയ പാണ്ടിമേളം അകമ്പടിയായി. മേളം കൊട്ടിക്കലാശിച്ച ശേഷം തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥൻ ക്ഷേത്രത്തിലേക്ക് വടക്കുംനാഥനെ വണങ്ങാൻ പോയപ്പോൾ പാറമേക്കാവ് ഭഗവതി ശ്രീമൂലസ്ഥാനത്ത് നിലപാട് തറയിൽ കാത്തുനിന്നു. തുടർന്ന് പാറമേക്കാവ് ഭഗവതി നടുവിലാലിൽ പോയി തിരിച്ചെത്തി ശ്രീമൂലസ്ഥാനത്ത് തെക്കോട്ട് അഭിമുഖമായി നിന്നു. ഇരു ഭഗവതിമാരുടെയും കൂടിക്കാഴ്ച നടന്നതോടെ ശ്രീമൂലസ്ഥാനത്ത് തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി തിരുവമ്പാടി ഭഗവതിയുടെ തിടംപേറ്റിയ തിരുവമ്പാടി ചന്ദ്രശേഖറും പാറമേക്കാവ് ഭഗവതിയുടെ തിടംപേറ്റിയ എറണാകുളം ശിവകുമാറും തുമ്പിക്കൈ ഉയർത്തി വിട ചൊല്ലി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ വികാരനിർഭരമായ ഉപചാരം ചൊല്ലൽ സമയത്ത് ജനസഹസ്രങ്ങളുടെ ഹർഷാരവം ഉയർന്നു. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പ്രധാന പൂരം പങ്കാളികളായ പാറമേക്കാവ് തിരുവമ്പാടി ദേശങ്ങളുടെ പകൽ പൂരം എഴുന്നള്ളിപ്പ് നടന്നു. തട്ടകക്കാരുടെ പൂരമെന്നറിയപ്പെടുന്ന പകൽപൂരത്തിന് പാറമേക്കാവ് ഭഗവതി രാവിലെ 8 മണിയോടെ മണികണ്ഠനാൽ പന്തലിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടംപേറ്റി. കൊമ്പുപറ്റും കുഴൽപ്പറ്റും ചെമ്പടയും കഴിഞ്ഞ് കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം ശ്രീമൂലസ്ഥാനത്ത് സമാപിച്ചു. തുടർന്ന് ഭഗവതി നിലപാട് തറയിൽ എഴുന്നള്ളി നിന്നു. അതേസമയം തിരുവമ്പാടി വിഭാഗത്തിന്റെ പകൽപൂരം 15 ആനകളുടെ അകമ്പടിയോടെ രാവിലെ 8:30 നായ്ക്കനാലിൽ നിന്ന് ആരംഭിച്ചു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടംപേറ്റി. ചെറുശ്ശേരി കുട്ടന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം ശ്രീമൂലസ്ഥാനത്ത് സമാപിച്ചു. തുടർന്ന് ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലി പിരിഞ്ഞു. പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ച പാറമേക്കാവ് ഭഗവതിയെ ദേശക്കാർ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ആന ഇളക്കിയെടുക്കുന്ന കൊടിമരത്തിൽ നിന്ന് ദേശക്കാർ കൊടിക്കൂറ മാറ്റിയ ശേഷം ക്ഷേത്ര ചടങ്ങുകളോടെയാണ് പാറമേക്കാവിന്റെ പൂരം സമാപിക്കുന്നത്. ഉപചാരം ചൊല്ലി പിരിഞ്ഞ ശേഷം തിരുവമ്പാടി ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. രാത്രി ഉത്രം വിളക്ക് ആഘോഷത്തോടെയാണ് തിരുവമ്പാടിയുടെ പൂരാഘോഷത്തിന് കൊടിയിറങ്ങുന്നത്. TCV തൃശൂർ.
പാറമേക്കാവ് ഭഗവതിയുടെ രാത്രി എഴുന്നള്ളത്ത് ഭക്തി നിർഭരമായി. തീവെട്ടികളുടെ പൊൻപ്രഭയിലായിരുന്നു ഭഗവതിയുടെ എഴുന്നള്ളത്ത്. കുടമാറ്റത്തിന് ശേഷം ക്ഷേത്രത്തിലേക്ക് മടങ്ങിയെത്തിയ ഭഗവതി രാത്രി 10:30 മണികണ്ഠനാൽ പന്തലിലേക്കുള്ള എഴുന്നള്ളത്ത് ആരംഭിച്ചത്. തീവട്ടികൾ ചൊരിഞ്ഞ സ്വർണ്ണശോഭയിൽ 7 ഗജവീരന്മാരും പഞ്ചവാദ്യവും എഴുന്നള്ളത്തിനകമ്പടിയായി. ഗജരാജൻ പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. എഴുന്നള്ളത്തിന് മാറ്റേകി ചോറ്റാനിക്കര നന്ദപ്പന്മാരുടെ നേതൃത്വത്തിൽ ദേവവാദ്യമായ പഞ്ചവാദ്യവും അരങ്ങേറി. ശംഖുനാദത്തോടെ ആരംഭിച്ച് തിമില, മദ്ദളം, ഇടയ്ക്ക, ചേങ്ങില, കൊമ്പ്, ഇലത്താളം ഇങ്ങനെ ഓരോ വാദ്യങ്ങളുടെ പഞ്ചവാദ്യപ്പെരുമ രാത്രിയുടെ യാമങ്ങളെ നാദതാള വിന്യാസങ്ങളാൽ വിസ്മയിപ്പിച്ചു. 2 മണിക്കൂറിലേറെ നീണ്ട വാദ്യലഹരി പൂരനഗരി കീഴടക്കി. TCV തൃശൂർ. തീവെട്ടികളുടെ പ്രഭയിൽ നെറ്റിപ്പട്ടങ്ങളുടെ പൊൻതിളക്കവുമായി തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ നിന്നുള്ള രാത്രി എഴുന്നള്ളത്ത് നടന്നു. മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ നടന്ന എഴുന്നള്ളിപ്പിൽ കുട്ടൻകുളങ്ങര അർജുനൻ തിടമ്പേറ്റി. 3 ഗജവീരന്മാരുമായി ആരംഭിച്ച എഴുന്നള്ളത്ത് നായ്ക്കനാൽ പന്തലിൽ തിങ്കളാഴ്ച പുലർച്ചെ സമാപിച്ചു. തൃശൂർ പൂരത്തിന്റെ ആവേശം അവസാനിച്ചിട്ടും ആസ്വാദനത്തിന്റെ ഊഷ്മളത മനസ്സിൽ നിറച്ചു മടങ്ങുന്ന ഓരോ പൂരപ്രേമിയുടെയും അനുഭവം പൂർണ്ണമാക്കുന്നത് പൂരക്കഞ്ഞിയുടെ രുചി. പൂരങ്ങളുടെ പൂരമെന്ന വിശേഷണം നേടിയ ഈ മഹോത്സവത്തിൽ പൂരക്കഞ്ഞി ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായി മാറിയിരിക്കുകയാണ്. 36 മണിക്കൂർ നീണ്ടുനിന്ന പൂരാഘോഷങ്ങൾക്ക് ശേഷം മടങ്ങുന്നവർക്ക് പ്രധാന പങ്കാളിയായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഒരുക്കുന്ന കഞ്ഞി അനിവാര്യ അനുഭവമാണ്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ കഞ്ഞി വിതരണം ദേവസ്വം ഓഡിറ്റോറിയമായ കൗസ്തുഭത്തിലും പാറമേക്കാവ് ദേവസ്വത്തിന്റെ വിതരണം പുഷ്പാഞ്ജലി ഹാളിലുമാണ് നടന്നത്. പാളപാത്രത്തിൽ വിളമ്പിയ ചൂട് കഞ്ഞിക്കൊപ്പം മുതിരപ്പുഴുക്ക്, മാങ്ങാച്ചാർ, മാമ്പഴപ്പുളിശ്ശേരി, പപ്പടം, ശർക്കര, തേങ്ങാക്കൊത്ത് എന്നിവയുൾപ്പെടെ വിഭവസമൃദ്ധമായ ഒരുക്കങ്ങളാണ് പൂരപ്രേമികൾക്കായി സജ്ജമാക്കിയിരുന്നത്. പാളപാത്രത്തിൽ കുടിക്കുന്ന കഞ്ഞിയുടെ പരമ്പരാഗത രീതി അനുഭവത്തെ കൂടുതൽ സവിശേഷമാക്കി. പൂരാഘോഷങ്ങളിൽ പങ്കെടുത്ത ആസ്വാദകരും മേളക്കാരും സംഘാടകരും പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളും ഒരുമിച്ചിരുന്ന് കഞ്ഞി നുണഞ്ഞ ശേഷമാണ് പൂരനഗരിയിൽ നിന്നും മടങ്ങിയത്. ഒത്തൊരുമയും സാഹോദര്യവും വിളിച്ചോതുന്ന ഈ പൂരക്കഞ്ഞി സേവനം വർഷങ്ങൾ പിന്നിടുമ്പോഴും മാറ്റേറുകയാണ്. ഇടവേള. French Dairy Pistachio Kunafa Bar. The Taste Factory. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. ഹായ്, ടിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ടിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ടിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ടിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം കൂടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുണ്ടന്നൂർ സ്വദേശി ചീരോത്ത് വീട്ടിൽ 30 വയസ്സുള്ള രാകേഷാണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 18ആയി. പുലിക്കളി കലാകാരൻ കൂടിയായിരുന്നു മരിച്ച രാകേഷ്. പൂങ്കുന്നം ദേശത്തിനായി പുലിവേഷം കെട്ടിയിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണൻ ഞായറാഴ്ച മരിച്ചിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശി രാകേഷിന്റെ സംസ്കാരം നടത്തി. അപകടത്തിന് ശേഷം പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രാകേഷിന്റെ മരണം കുണ്ടന്നൂർ ഗ്രാമത്തിന് മാത്രമല്ല മുഴുവൻ മലയാളികൾക്കും നോവായി മാറി. വെടിക്കെട്ട് അപകടത്തിന് ശേഷം സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് രാകേഷിനെ കുറിച്ചായിരുന്നു. മാധ്യമങ്ങൾ പകർത്തിയ വെടിക്കെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തടിച്ച ശരീരപ്രകൃതം കൊണ്ടും നിഷ്കളങ്കമായ ചിരി കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് രാകേഷായിരുന്നു. പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രാകേഷിന്റെ ജീവന് വേണ്ടി ഉറ്റവർക്കൊപ്പം കേരളം മൊത്തം പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ ഏവരെയും കണ്ണീരിലാഴ്ത്തി രാകേഷ് മരണത്തിന് കീഴടങ്ങി. കുണ്ടന്നൂർ ചീരാത്ത് രാജൻ രാജലക്ഷ്മി ദമ്പതികളുടെ മകനാണ് 30 വയസ്സുകാരൻ രാകേഷ്. വയോധികരും രോഗികളുമായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് കഴിയാവുന്ന എല്ലാ തൊഴിലിനും പോകുമായിരുന്നു രാകേഷ്. ഉത്സവപ്പറമ്പുകളിൽ തട്ടുകട നടത്തലായിരുന്നു പ്രധാന തൊഴിൽ. ഇടയ്ക്ക് വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണത്തിനും പോകും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിൽ കുഴിമിന്നിയുടെ കുറ്റി നിർമ്മിക്കലായിരുന്നു ജോലി. ആദ്യ സ്ഫോടനം നടന്ന നിറപുരയിൽ നിന്ന് അല്പം ദൂരെയുള്ള ഷെഡിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. തടി കൂടുതലുള്ളതിനാൽ സ്ഫോടനം നടന്നപ്പോൾ രാകേഷിന് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ശരീരം മുഴുവൻ പൊള്ളലേറ്റ രാകേഷ് ഏതാനും ദൂരം നടന്നു വന്ന് പിന്നീട് വീഴുകയായിരുന്നു. മികച്ച പുലിക്കളി കലാകാരനുമായിരുന്നു രാകേഷ്. വിയൂർ യുവജന സംഘം പുലിക്കളി ടീമിൽ അംഗമായിരുന്നു. അടുത്തിടെ UAEയിൽ നടന്ന ഗൾഫ് മലയാളി പൂരത്തിലും കേരളത്തിലെ വിവിധ ആഘോഷങ്ങളിലും രാകേഷ് പുലിവേഷം കിട്ടിയിട്ടുണ്ട്. സ്ഫോടനം നടന്ന ദിവസം വൈകിട്ട് ആലുവയിൽ പുലിക്കളിക്ക് പോകാനിരുന്നതാണ്. 3 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തുമെന്ന് പറഞ്ഞ രാകേഷ് അമ്മയോട് ചുംബനം ചോദിച്ചു വാങ്ങിയാണ് പോയത്. അത് അന്ത്യചുംബനമായിരുന്നുവെന്ന് ആ അമ്മ കരുതിയിരുന്നില്ല. രാകേഷിന്റെ ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. AC മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മെഡിക്കൽ കോളേജിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. TCV, എരുമപ്പെട്ടി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുര സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ചൊവ്വാഴ്ച അപകടസ്ഥലം സന്ദർശിക്കും. ജസ്റ്റിസ് CN രാമചന്ദ്രനാണ് അപകടസ്ഥലം സന്ദർശിക്കുക. ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം സന്ദർശിക്കും. വെടിക്കെട്ട് പാറ്റേൺ മാറ്റിയാൽ അപകടം കുറഞ്ഞേക്കുമെന്ന് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വെടിക്കെട്ട് അപകടരഹിതമായി നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന് ഊന്നൽ കൊടുത്തായിരിക്കും അന്വേഷണമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. പുതൂർക്കര അരങ്ങത്ത് വീട്ടിൽ ബാബുവിന്റെ മകൻ അഭിജിത്ത്, തൃശൂർ മനക്കുടി സ്വദേശി കൊളാട്ട് വീട്ടിൽ വിജയൻ മകൻ വിഷ്ണു വിനോദ്, തൃശൂർ കോട്ടപ്പുറം സ്വദേശി പള്ളത്ത് കരുമാലി വീട്ടിൽ മോഹനന്റെ മകൻ ഗിരീഷ്,
വടക്കാഞ്ചേരി തെക്കുങ്കര സ്വദേശി ചോരത്ത് വീട്ടിൽ അയ്യപ്പന്റെ മകൻ സുരേഷ് എന്നിവരുടെ ശരീരഭാഗങ്ങളാണ് DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത്. ഇതോടെ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 21ആയി. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയായിരിക്കും വൈദ്യുതി നിയന്ത്രണം. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് നിയന്ത്രണം നടപ്പിലാക്കുന്നത്. വൈദ്യുതി നിയന്ത്രണം SMS വഴി മുൻകൂട്ടി അറിയിക്കും. പീക്ക് മണിക്കൂറിലെ വൈദ്യുതി ഉപയോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്ന് KSEB അധികൃതർ അറിയിച്ചു. പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളതെന്ന് KSEB വ്യക്തമാക്കി. കേരളം ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി ഒരാഴ്ച മാത്രം. ജില്ലയിലെ മുന്നണി ക്യാമ്പുകളിലും ആശങ്കകളും പ്രതീക്ഷകളും ഉയരുകയാണ്. തൃശൂർ പൂരം ഉപചാരം ചൊല്ലി പിരിഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പ് പൂരത്തിന് കൊടിയിറങ്ങിയിട്ടില്ല. കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കും വിരാമമിടാൻ ഇനി ഒരാഴ്ച മാത്രം. കണക്ക് പുസ്തകങ്ങൾ അടച്ചുവെച്ച മുന്നണി ക്യാമ്പുകൾ മെയ് 4 ഉറ്റുനോക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി UDF തരംഗമുണ്ടെന്നും അതിന്റെ അലിയൊലികൾ ജില്ലയിലും UDFനെ പല മണ്ഡലങ്ങളിലും വിജയതീരത്തെത്തിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം വിജയത്തിന് തിളക്കമേറ്റുവെന്നും അവരുടെ ക്യാമ്പ് കണക്കുകൂട്ടുന്നു. 5 മുതൽ 8 സീറ്റ് വരെയെന്നാണ് UDFന്റെ വിശ്വാസം. 10 സീറ്റ് വരെ നേടുമെന്നാണ് LDF വിലയിരുത്തൽ. തൃശൂരും മണലൂരും ചാലക്കുടിയും ഒഴികെയുള്ള മണ്ഡലങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ടെന്നാണ് LDF കണക്കെടുപ്പ്. ഈ 3 മണ്ഡലങ്ങൾ പ്രവചനാതീതമെന്നും ഇടതുകേന്ദ്രങ്ങൾ പറയുന്നു. എന്നാൽ ഈ 3-നൊപ്പം കൊടുങ്ങല്ലൂരും വടക്കാഞ്ചേരിയും കൂടി UDFന്റെ ഉറപ്പുള്ള ലിസ്റ്റിലുണ്ട്. ഒല്ലൂരിൽ അട്ടിമറി ഉണ്ടാകുമെന്നും ആത്മവിശ്വാസം. ഗുരുവായൂരിലും UDF പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. തൃശൂർ മണ്ഡലത്തിലാണ് BJPയുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ തിളക്കം. മണലൂരാണ് BJP ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച മറ്റൊരു മണ്ഡലം. പുതുക്കാടും NDA ക്യാമ്പ് വോട്ടിലെ നേട്ടം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV. പുത്തൻചിറ കോവിലകത്ത് കുന്നിൽ പാടത്തിനോട് ചേർന്നുള്ള ചാലിൽ ഉപേക്ഷിച്ച നിലയിൽ 130 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. 6 ചാക്കുകളിലായാണ് കഞ്ചാവ് ഉണ്ടായിരുന്നത്. വെള്ളത്തിൽ കിടന്ന് ദുർഗന്ധമുണ്ടായിരുന്നു. വിപണിയിൽ 50 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് മാള റേഞ്ച് എക്സൈസും തൃശൂർ ഇന്റലിജൻസ് വിഭാഗവും ചേർന്ന് പിടികൂടിയത്. പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാള എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ C. ജയചന്ദ്രൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PB ബിനോയ്, ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PV ബെന്നി, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ CK ദേവദാസ്, MP ജീവേഷ്, മുഹമ്മദ് റിസ്വാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടികൂടിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ചൊവ്വാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അതേസമയം ഹർത്താലിൽ പങ്കെടുക്കില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചു. ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തുമെന്ന് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. ഒരിടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover Lavraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ദേശമംഗലത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. ഈസ്റ്റ് പല്ലൂർ നമ്പ്രം പ്രദേശത്തെ പൂവാരത്തുതൊടി വീട്ടിൽ മുസ്തഫയുടെ മകൻ 4 വയസ്സുള്ള മുഹമ്മദ് ലാസിലിനാണ് നായയുടെ കടിയേറ്റത്. വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ കവിളിലും കയ്യിലുമാണ് നായ കടിച്ചത്. കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂരം സമാപിച്ചതോടെ
മണിക്കൂറുകൾക്കകം പൂരപ്പറമ്പ് വൃത്തിയാക്കി കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ. കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെയും കുടുംബശ്രീ, സേവനശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പൂരപ്പറമ്പും സ്വരാജ് റൗണ്ടും ഇടവഴികളുമെല്ലാം മണിക്കൂറുകൾക്കകം ശുചീകരിച്ചത്. തെക്കേ ഗോപുര നടയിൽ നടന്ന മാസ് ക്ലീനിങ്ങിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി തൊഴിലാളികളും ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ പ്രവൃത്തികളിൽ പങ്കാളികളായി. പൂരനഗരിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ കോർപ്പറേഷൻ കൗൺസിലർക്ക് സൂര്യാഘാതമേറ്റു. കൗൺസിലർ പോളി ജോസിനാണ് സൂര്യാഘാതമേറ്റത്. കൗൺസിലറെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂരചടങ്ങുകൾ കഴിഞ്ഞ് മടങ്ങിയ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരന് നായ്ക്കനാൽ പന്തലിൽ മധുരം നൽകി സ്വീകരിച്ചു. തട്ടകക്കാരുടെ പൂരമായ പകൽപൂരത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞ് ഇരു ഭഗവതിമാരും ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞ ശേഷം ക്ഷേത്രത്തിലേക്ക് മടങ്ങിയ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിയ തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് നായ്ക്കനാൽ പന്തലിൽ പഴവും ശർക്കരയും ചേർത്ത് മധുരം നൽകി സ്വീകരിച്ചത്. തൃശൂർ പൂരത്തിന് സൗജന്യ ഔഷധ കുടിവെള്ള വിതരണവും മറ്റ് സേവന പ്രവർത്തനങ്ങളും നടത്തിയ സന്നദ്ധ സംഘടനയായ സേവാഭാരതിയുടെ നായ്ക്കനാൽ വിതരണ കേന്ദ്രത്തിൽ നിന്ന് പണവും രേഖകളും അടങ്ങിയ ബാഗ് മോഷണം പോയി. പണം, ATM കാർഡുകൾ എന്നിവയടങ്ങിയ പേഴ്സും ബാഗുമാണ് മോഷണം പോയത്. സേവാഭാരതി പ്രവർത്തകർ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. തൃശൂർ പൂരം നഗരിയിൽ കൊടും ചൂടിൽ ദാഹിച്ചു വലഞ്ഞവർക്ക് ആശ്വാസമായി തൃശൂർ കോർപ്പറേഷന്റെ സൗജന്യ സംഭാര വിതരണം. പൂരനഗരിയിൽ 14 കൗണ്ടറുകളിലായാണ് കോർപ്പറേഷൻ സംഭാര വിതരണം നടത്തിയത്. ഇതിനു പുറമെ കുടിവെള്ള വിതരണത്തിനായി 4 കൗണ്ടറുകൾ വേറെയും ഒരുക്കിയിരുന്നു. കോർപ്പറേഷൻ തനത് ഫണ്ടിൽ നിന്ന് 7 ലക്ഷം രൂപ ചിലവഴിച്ച് മിൽമയിൽ നിന്ന് 23,000 ലിറ്റർ സംഭാരമാണ് 2 ദിവസങ്ങളിലായി വിതരണം ചെയ്തത്. പൂരദിവസമായ ഞായറാഴ്ച 14 കൗണ്ടറുകളിൽ 2 ഷിഫ്റ്റുകളിലായും തിങ്കളാഴ്ച 3 കൗണ്ടറുകളിൽ 1 ഷിഫ്റ്റിലായും കോർപ്പറേഷൻ ഓഫീസിലെ ക്ലർക്കുമാർ, തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരുൾപ്പെടെ 500ഓളം ജീവനക്കാരാണ് സേവനനിരതരായത്. ഇരിങ്ങാലക്കുട കാറളത്ത് 2 പേർക്ക് പാമ്പ് കടിയേറ്റു. കാറളം പുല്ലത്തറ സെന്ററിന് സമീപം വെള്ളേപ്പറമ്പിൽ വീട്ടിൽ പ്രസീതയ്ക്ക് വീട്ടുപറമ്പിലെ പുല്ല് പറിക്കുന്നതിനിടെയാണ് പാമ്പ് കടിയേറ്റത്. ഉടൻ തന്നെ വീട്ടുകാർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താണശ്ശേരി കനാൽ ബണ്ടിന് സമീപത്ത് വെച്ചാണ് നടവരമ്പ് സ്വദേശിയായ പിടുക്കാട്ടിൽ സനീഷിന് പാമ്പ് കടിയേറ്റത്. കിണർ നിർമ്മാണ തൊഴിലാളിയായ ഇദ്ദേഹം ജോലിക്കായി സാധനങ്ങൾ വാടകയ്ക്കെടുക്കുന്നതിനായി താണശ്ശേരിയിലെത്തിയതായിരുന്നു. സാധനങ്ങൾ വാഹനത്തിൽ കയറ്റുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന് പാമ്പ് കടിയേറ്റത്. ഇയാളെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ ആദ്യമായി എയർ ആംബുലൻസ് വഴി ഹൃദയമെത്തിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടൻ മരിച്ചു. പരിയാരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. തിങ്കളാഴ്ച പതിവ് പരിശോധനയ്ക്ക് എറണാകുളം ലിസി ആശുപത്രിയിൽ പോകാനിരിക്കെയായിരുന്നു ഓട്ടോ ഡ്രൈവറായ മാത്യു മരണത്തിന് കീഴടങ്ങിയത്. 11 വർഷം മുൻപ് 2015 ജൂലൈ 25-നായിരുന്നു കേരളക്കരയാകെ കാതോർത്ത മാത്യുവിന്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ. മസ്തിഷ്കമരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി നീലകണ്ഠ ശർമ്മയുടെ ഹൃദയമാണ് മാത്യുവിന്റെ ശരീരത്തിൽ പിടിപ്പിച്ചത്. തിരുവനന്തപുരത്തു നിന്നും എയർ ആംബുലൻസിൽ അങ്കമാലി എയർപോർട്ടിലേക്ക് നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം മെഡിക്കൽ സംഘം എത്തിച്ചതും തുടർന്ന് റോഡ് മാർഗം എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുമെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. കേരളത്തിലെ പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പിരിയപുരത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശസ്ത്രക്രിയ വിജയകരമായി തീർന്നു. സാധാരണ മനുഷ്യനായി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ മാത്യു അച്ചാടന്റെ തുടർന്നുള്ള ആയുസ് നാടിനും ആതുര ശുശ്രൂഷ രംഗത്തും മാതൃകയായി. 11:30 നമുക്കൊരു കോള് വരുന്നത്. അപ്പോൾ വരുമ്പോൾ അവർ ഭയങ്കര ശ്വാസം മുട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. വല്ലാത്തൊരവസ്ഥയാണ്, നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ശ്വാസം കിട്ടാണ്ട് ഞാൻ വരുമ്പോഴേക്കും ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. കൊണ്ടുപോകേണ്ടി വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ശ്വാസം വലിക്കലും ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അതോടുകൂടി ആളുടെ ഇത് കഴിഞ്ഞു. മൃതദേഹം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദേശത്ത് പഠിക്കുന്ന മക്കൾ വന്ന ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. TCV ന്യൂസ്, ചാലക്കുടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ കൊടിയേറ്റം, ആറാട്ട് ദിവസങ്ങളിലൊഴികെ ഭക്തർക്കൊരുക്കുന്ന പ്രസാദ ഊട്ടിനാവശ്യമായ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, എണ്ണ, നെയ്യ് ഉൾപ്പെടെയാണ് കലവറ നിറയ്ക്കലിൽ സമർപ്പിച്ചത്. ക്ഷേത്ര മേൽശാന്തി പുത്തിലത്ത് നീലകണ്ഠൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ CK ഗോപി ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ സംഭാര വിതരണം ഒരുക്കി. തൃശൂർ നായ്ക്കനാൽ ഡോക്ടർ AR മേനോൻ റോഡിൽ ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഓഫീസിന് മുൻപിൽ തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് വർഷം തോറും നടത്തിവരാറുള്ള സംഭാര വിതരണവും തൊപ്പി, വിഷറി എന്നിവ നൽകിവരുന്ന പരിപാടിയും ഇത്തവണയും പൂരദിനത്തിൽ നടന്നു. BLM സൊസൈറ്റിയുടെ ബിസിനസ് ഹെഡ് പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് ഹെഡ് ആഷാദ് അധ്യക്ഷത വഹിച്ചു. സോണൽ ഹെഡ്മാരായ ജിത്തുരാജ്, രാജഗോപാൽ, കോർഡിനേറ്റർ രഞ്ജിത്ത്, ചീഫ് മാനേജർ സുമിത്, ബ്രാഞ്ച് മാനേജർ സ്നേഹ തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് മാനേജർ സനി സലേഷ്, അക്കൗണ്ട് ഓഫീസർ കാവ്യ H, അഡ്മിൻ ഓഫീസർ ആശിഷ് ആന്റണി, ഫ്രണ്ട് ഓഫീസർ സുകന്യ VS, കോർഡിനേറ്റർ ലോറൻസ്, ലോഹിതാക്ഷൻ PG എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പൊരുവേലിൽ തളർന്നു വന്ന 100 കണക്കിന് ആളുകളാണ് ഇവിടെ ഒരുക്കിയ സംഭാരം കുടിച്ച് ദാഹമകറ്റിയത്. സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ 2006 മുതൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന ഈ സഹകരണ സ്ഥാപനം കേരളത്തിൽ ഉടനീളവും തമിഴ്നാട്, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിലുമായി 124 പരം ബ്രാഞ്ചുകളായി പ്രവർത്തിച്ചു വരുന്നു. സാധാരണക്കാരായ മെമ്പർമാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന BLM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഇതിനോടകം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് ഗുളികകൾ അമിതമായി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച എറണാകുളം കണ്ണമാലി സ്വദേശിയായ യുവാവിനെ തൃശൂർ റൂറൽ പോലീസ് സാഹസികമായി രക്ഷപ്പെടുത്തി. യുവാവിനെ കാണാനില്ലെന്ന പരാതിയിൽ കണ്ണമാലി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് ചാലക്കുടിയിലാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ചാലക്കുടി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വിവരം ലഭിച്ചയുടൻ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ GSI സുനിൽ, CPOമാരായ സജീഷ്, സജീവ് എന്നിവർ നടത്തിയ തിരച്ചിലിനൊടുവിൽ ആനമല ജംഗ്ഷനിലെ ലോഡ്ജിൽ നിന്നും യുവാവിനെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസ് വാഹനത്തിൽ തന്നെ യുവാവിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെത്തിച്ചു. യുവാവ് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,155, പവന് 1,13,240. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരത്തിന് പരിസമാപ്തി. വടക്കുന്നാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 17-ന്. തട്ടകക്കാരുടെ പൂരം ആവേശമായി. പൂരം പങ്കാളികളായ പാറമേക്കാവ്, തിരുവമ്പാടി ദേശങ്ങളുടെ പകൽപൂരം എഴുന്നള്ളിപ്പിന് സാക്ഷ്യം വഹിച്ച് ആയിരങ്ങൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം കൂടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുണ്ടന്നൂർ സ്വദേശി രാകേഷാണ് മരിച്ചത്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിക്കും. DNA പരിശോധനയിൽ മരിച്ച 3 പേരെ കൂടി തിരിച്ചറിഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. നിയന്ത്രണം 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ. വൈദ്യുതി നിയന്ത്രണം SMS വഴി മുൻകൂട്ടി അറിയിക്കും. കേരളം ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി ഒരാഴ്ച. പ്രതീക്ഷയോടെ മുന്നണികളും സ്ഥാനാർത്ഥികളും. പുത്തൻചിറ കോവിലകത്തുകുന്നിൽ 130 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ എക്സൈസ് സംഘം കണ്ടെത്തി. വിപണിയിൽ 50 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.